17 വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധയാകർഷിച്ച ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ് വടക്കാഞ്ചേരിയിൽ വെഡിംഗ് കാറ്ററിംഗ് സർവീസ്, ബർത്ത്ഡേ ഡെക്കറേഷൻ, ഹൽദി പ്രോപ്പർട്ടി റെന്റൽസ്, കോർപ്പറേറ്റ് ഈവന്റ്, എക്സിബിഷൻ, ഇനോഗ്രേഷൻ, ട്രാവൽ ടൂറിസം, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ, ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം. ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ്, ജോസൺസ് ബിഡേ, നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 9497558576, 9745451369. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയില്ലെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വിഷയം പാർട്ടി ഗൗരവമായി പരിശോധിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ മാതൃകാപരമായ തീരുമാനമാണ് രാഹുലിനെതിരായ നടപടിയിലൂടെ സ്വീകരിച്ചതെന്നും സതീശൻ പറഞ്ഞു. രാഹുൽ എം.എൽ.എ. സ്ഥാനം രാജിവെക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ട് ആദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും കർക്കശമായി നിശ്ചയദാർഢ്യത്തോടെ തീരുമാനമെടുക്കുന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. രാഹുലിനെതിരെ തങ്ങളുടെ കൈവശം ഒരു പരാതിയുമില്ല, ഒരു തെളിവും തങ്ങൾക്കാരും നൽകിയിട്ടില്ല. എന്നിട്ടും 24 മണിക്കൂറിനകം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് രാഹുൽ രാജിവെച്ചു. ശേഷം പാർട്ടി ഗൗരവമായി അക്കാര്യം പരിശോധിച്ചു. മുഴുവൻ നേതാക്കളുമായി ആശയവിനിമയം നടത്തി. തുടർന്നാണ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ തീരുമാനിച്ചത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരമൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നും സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. രാഹുലിനെതിരായ നടപടി സ്ത്രീകളോടുള്ള തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ബഹുമാനവും ആദരവുമാണ് കാണിക്കുന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഏതൊരു പാർട്ടിയെയും പോലെയല്ല കോൺഗ്രസ് തങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള പ്രധാനപ്പെട്ട മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കെതിരെയാണ് നടപടിയെടുത്തിട്ടുള്ളത്. രക്ഷപ്പെടുത്താൻ ഒരു ശ്രമവും തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഒരു പരാതിയും ഇല്ലാതിരുന്നിട്ടും സ്ത്രീയുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാനാണ് കോൺഗ്രസ് ഈ തീരുമാനം എടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയിലെ വനിതാ നേതാക്കൾ പറഞ്ഞത് അവരുടെ അഭിപ്രായമാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. എല്ലാവരുമായി ആലോചിച്ചാണ് പ്രായോഗികമായി തീരുമാനമെടുത്തത്. സ്ത്രീകൾക്കെതിരായ സൈബർ ആക്രമണം തുടങ്ങിവെച്ചത് കേരളത്തിൽ CPIM ആണ്. അവരാണ് ആ സംസ്കാരം വളർത്തിയത്. ഒരു സ്ത്രീ പോലും സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെടരുത്. സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ ആക്രമിക്കുന്നത് മനോരോഗമാണ്. അത് അവസാനിപ്പിക്കണമെന്നതാണ് കോൺഗ്രസ് നിലപാടെന്നും സതീശൻ പറഞ്ഞു. പീഡനക്കേസിലെ പ്രതിയാണ് CPMന്റെ MLA ആയി മന്ത്രിസഭയിൽ ഇരിക്കുന്നത്. പോക്സോ കേസ് പ്രതി BJPയുടെ ഉന്നത നേതൃത്വത്തിലുണ്ട്. ഇവർക്കൊന്നും കോൺഗ്രസ് MLAയുടെ രാജി ആവശ്യപ്പെടാനുള്ള ധാർമ്മികതയില്ല. തങ്ങളെ വിമർശിക്കുന്നവർക്ക് ലേശം ഉളുപ്പ് വേണമെന്നും സതീശൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.